നമ്മുടെ മെട്രോ brought to you by InRoyal Furniture in association with Malabar Cements and Mina TMT Steel Bar. InRoyal Home Spaces. Malabar Cements, കേരളത്തിന്റെ കെട്ടുറപ്പ്. Save water, save earth. Mina TMT Steel Bar. മെട്രോ റെയിൽ യാത്രയുടെ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ് കൊച്ചിയും കേരളവും. കൊച്ചി നഗരം മെട്രോയിൽ പറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ നഗരത്തിൽ സാമാന്യം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴ ശുഭസൂചകമായി തന്നെ കരുതാം. കൊച്ചി മെട്രോ റെയിലിൻ്റെ പ്രതീക്ഷകൾ, അത് കൊണ്ടുവരുന്ന വികസനങ്ങൾ, ഒപ്പം കടന്നു വന്ന വഴികളിലെ പ്രതിബന്ധങ്ങൾ എന്നിവയാണ് ഈ പ്രത്യേക പരിപാടി ചർച്ച ചെയ്യുന്നത്. KV തോമസ് MP, മുൻ MPയും CPM ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവ്, കൊച്ചിയുടെ സ്പന്ദനങ്ങൾ അറിയുന്ന എഴുത്തുകാരൻ സേതു, ഒപ്പം ചലച്ചിത്ര താരങ്ങളായ വിനയ് ഫോർട്ട്, ഹണി റോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരും പങ്കെടുക്കുന്നു. അതിലേക്ക് വരാം. അതിനു മുൻപ് കൊച്ചി മെട്രോയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തോട് ചേർന്നുള്ള പ്രത്യേക വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം രാജ്യത്ത് ആദ്യമായി ഉപയോഗിക്കുന്നതും കൊച്ചി മെട്രോയിലാണ്. രാജ്യത്തെ 8ാമത്തെ മെട്രോയുടെ ഉദ്ഘാടനത്തിന് കൊച്ചി ഒരുങ്ങി. ആലുവ പാലാരിവട്ടം ബ്രിഡ്ജ് ശനിയാഴ്ച 11 മണിക്ക് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. പാലാരിവട്ടം പത്തടിപ്പാലം പാതയിൽ പ്രധാനമന്ത്രി മെട്രോയിൽ യാത്രയും ചെയ്യും. മെട്രോയിൽ സഞ്ചരിക്കാൻ ആജീവനാന്തം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കൊച്ചി വൺ കാർഡും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. 13.5 കിലോമീറ്റർ ദൈർഘ്യം താണ്ടാൻ വെറും 22 മിനിറ്റ് മാത്രം മതിയാകും. പരമാവധി 900 പേർക്ക് യാത്ര ചെയ്യാം. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള യാത്രയ്ക്ക് 40 രൂപയാണ് ചാർജ്. ഉദ്ഘാടനത്തിന് ശേഷം തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് KMRലും DMRCയും. 4 വർഷത്തെ എല്ലാവരും ടീം വർക്കിൻ്റെ ഫലമാണ്. ഇപ്പോഴും ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് വരികയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻസ് ഇൻ ദ വേൾഡ്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോളിംഗ് സിസ്റ്റം എന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് മെട്രോയിൽ ഉപയോഗിക്കുന്നത്. ട്രെയിനുകൾ കേവലം 30 കിലോമീറ്റർ അകലത്തിൽ ഓടിക്കാനാകും എന്നതാണ് CBTC സംവിധാനത്തിൻ്റെ പ്രത്യേകത. മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ പുതിയൊരു ഗതാഗത സംസ്കാരത്തിനാകും തുടക്കം കുറിക്കുക. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കൊച്ചി മെട്രോയിൽ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട പേരാണ് മെട്രോമാൻ E. ശ്രീധരൻ്റേത്. തിരക്കുകളോ വിവാദങ്ങളോ ഒന്നും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നില്ല. പതിവ് പോലെ ഇന്നും അദ്ദേഹം പ്രഭാത സവാരി നടത്തി. പ്രധാനമന്ത്രിയുടെ മെട്രോ സന്ദർശനത്തിന് മുന്നോടിയായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പരിശോധിക്കുന്നതിലായിരുന്നു ട്രാക്കിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. കൊച്ചി മെട്രോ തനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന പദ്ധതികളിൽ ഒന്നാണെന്നും ഇനി പതിയെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നുള്ള സൂചനയാണ് അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി ബിജു പങ്കജുമായി പങ്കുവച്ചത്. 2013 ജൂൺ 7 മലയാളികൾക്ക് ആ ദിവസം മറക്കാൻ കഴിയില്ല. കാരണം അന്നായിരുന്നു കൊച്ചി മെട്രോയുടെ ആദ്യത്തെ പില്ലർ പാലാരിവട്ടത്ത് ശിലാസ്ഥാപനം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയത്. അന്നത്തെ ദിവസം ഇതുപോലൊരു പുലർക്കാല നടത്തത്തിൽ മെട്രോമാൻ E. ശ്രീധരൻ മാതൃഭൂമി ന്യൂസിനോട് ചില സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നു. ആ സ്വപ്നങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും ഭാഗികമായി നാളെ മലയാളികൾക്ക് മുന്നിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. എന്തു തോന്നുന്നു? എനിക്ക് വളരെ തൃപ്തിയും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു പദ്ധതി ഇത്ര വേഗത്തിൽ 4 കൊല്ലത്തിനുള്ള പകുതിയിലധികം നീളത്തിലുള്ള പദ്ധതി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, കൊച്ചി മെട്രോയിൽ പല പുതിയ ടെക്നിക്കൽ ഇൻപുട്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിഗ്നലിംഗ് സിസ്റ്റം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം CBTC എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കൊച്ചി മെട്രോയിൽ കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസാണ്. എന്ന് മാത്രമല്ല, DMRCയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ തേർഡിൽ 750 വോൾട്ട് DC എന്നുള്ള ഇലക്ട്രിക്കൽ സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത്. താങ്കൾ വലിയ പ്രൊജക്റ്റുകൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിലെ ഒരു സാക്ഷാത്കരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇതിൽ നേരിട്ട വെല്ലുവിളികൾ എന്താണ്? കാര്യമായിട്ട് ഇവിടെ ഈ 2 സമയത്തുള്ള മഴകൾ, ഈ സൗത്ത് വെസ്റ്റ് മോൺസൂൺ, നോർത്ത് ഈസ്റ്റ് മോൺസൂൺ, 6-7 മാസം മഴ തന്നെയാണ് ഇവിടെ. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇവിടെയുള്ള വർക്കിനുള്ള സകല ആൾക്കാരെയും പുറമേ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. ജാർഖണ്ഡ്, ഒറീസ, UP. അല്ലാതെ ഇവിടുത്തെ നാട്ടുകാരെ കാര്യമായിട്ടുള്ള ഒരു കൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. അത് കാരണം ഈ സിവിൽ എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് അവർക്ക് വിചാരിച്ച മാതിരി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അവർ
2 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പണി 3.5 കൊല്ലം എടുത്തിരിക്കണം ശരിക്കും തീർക്കാൻ. അതാണ് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കണം ഇവിടെ. സിവിൽ കോൺട്രാക്ടേഴ്സ് വിചാരിച്ച മാതിരി പെർഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 3 കൊല്ലത്തിന് 4 കൊല്ലമായത്. ഇതിൽ ഏറ്റവും വലിയ പ്രോജക്റ്റ് താങ്കൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ചലഞ്ചിങ് ആയിരുന്നു കൊച്ചി മെട്രോ? അല്ല ഇതിനും വളരെ പ്രയാസമുള്ള പല പ്രോജക്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. കൊച്ചി അവസരം വളരെ ഈസി ആയിരുന്നു ചെയ്യാൻ. ഇതിനൊരു ചാർജ് പ്രശ്നമായി വരുമോ സാർ? കാരണം എന്ന് വെച്ചാൽ ആലുവ മുതൽ ഇപ്പോൾ ഇവിടെ വരെ എത്തുന്നതിന് ഇത്രയധികം 40 രൂപയോളം വരുന്നു. അപ്പോൾ അത് ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുമോ? അതിനെപ്പറ്റി ഞാൻ വലിയ അഭിപ്രായം ഇപ്പോൾ പറയില്ല. കാരണം കേരളത്തിലെ ആൾക്കാർക്ക് ചാർജല്ല വലിയ പ്രശ്നം, അവർക്ക് അതിൻ്റെ സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പിന്നെ മെട്രോ അതിൻ്റെ പ്രവർത്തനം വളരെ പങ്ക്ച്വാലിറ്റി, റിലയബിലിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ നാട്ടുകാരിനെ ഇത് വലിയൊരു ചാർജായിട്ട് കണക്കാക്കാൻ തോന്നുന്നില്ല എനിക്ക്. ഏറ്റവും ഒടുവിൽ കൊടുത്ത ചില ഇൻ്റർവ്യൂസിലെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു പിൻവാങ്ങലിൻ്റെ സ്വരം കാണുന്നുണ്ട്. അതെന്തായാലും വേണമല്ലോ. കാരണം വയസ്സ് 85 കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പിൻവാങ്ങൽ തന്നെ വേണമല്ലോ. കഴിയുന്നിടത്തോളം വിഡ്രോ ചെയ്തിട്ട് എല്ലാവരെയും ഏൽപ്പിച്ച് അതങ്ങനെ ഒരു സ്വൈര ജീവിതം നയിക്കണമെന്നാണ് എൻ്റെ ആശ. രാഷ്ട്രീയമായി വ്യത്യസ്ത ധ്രുവങ്ങളിലാണെങ്കിലും കൊച്ചി മെട്രോ എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. കൊച്ചിയിൽ അതിന് നേതൃത്വം നൽകിയത് KV തോമസ് MP-യും ഒപ്പം മുൻ MP-യും ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവുമാണ്. ഇരുവരും നമ്മോടൊപ്പമുണ്ട്. ഇരുവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. പക്ഷേ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി മാത്രമല്ല, കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ കേരളം അതിൽ സഹകരിക്കുകയും ചെയ്തു. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ കടന്നു വന്ന വഴികൾ ഒരുപാട് പ്രതിബന്ധങ്ങളുടേതാണല്ലോ. കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ അകത്തുള്ള വിഭാവനം ചെയ്തിരിക്കുന്നത് ചേർത്തല മുതൽ തൊടുപുഴ വരെ, അങ്കമാലി വരെ വലിയൊരു പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. അതിൽ തന്നെ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഈ റെയിൽ പ്രോജക്റ്റിനോടൊപ്പം തന്നെ വാട്ടർ മെട്രോ ഉണ്ട്, റോഡുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി നാളെ അത് ആരംഭിക്കുകയാണ്. അതാണ് കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷകരമായ ദിവസമാണ്. P. രാജീവ്, കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി മനുഷ്യച്ചങ്ങല അതുപോലെ തന്നെ ട്രെയിൻ ചങ്ങല ഒക്കെ വ്യത്യസ്തമായ സമരപരിപാടികൾ നടത്തുകയുണ്ടായി, പ്രത്യേകിച്ച് CPM-ൻ്റെ നേതൃത്വത്തിൽ. രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കാൻ എങ്ങനെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇക്കാര്യത്തിൽ കഴിഞ്ഞത്? കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നല്ല ഐക്യം എല്ലാ വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലും കൊച്ചിയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന, ആഹ്ലാദിക്കാവുന്ന, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമാണ് നാളെ മെട്രോ ഓടി തുടങ്ങുമ്പോൾ. നേരത്തെ മാഷൂടെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയുടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത കേരളമാകെ ഒരു നഗരമാണ്. അപ്പോൾ അതിനാകെ നേതൃത്വം നൽകുന്ന ഒരു പദ്ധതിയായിക്കൊണ്ടാണ് കൊച്ചി മെട്രോ വരുന്നത്. പല ഘട്ടങ്ങളിലും ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട്, ഞാനിപ്പോൾ ഓർക്കുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യർ സ്വാമിയാണ്. 2010 ഓഗസ്റ്റ് 13-നാണ് ഞങ്ങളൊരു മനുഷ്യ ചങ്ങല ഇതിനുവേണ്ടി സംഘടിപ്പിച്ചത്. 2012 ഒക്ടോബർ 27-ന് ആലുവ മുതൽ പേട്ട വരെ ഒരു മനുഷ്യ മെട്രോ ഉണ്ടായിരുന്നു. അതിനേക്കാൾ പ്രധാനം കൃഷ്ണയ്യർ സ്വാമി അനുമതി കിട്ടാതിരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കാണുന്നതിന് വേണ്ടി വാർദ്ധക്യം ഒന്നും പരിഗണിക്കാതെ ഡൽഹിയിലേക്ക് വരികയുണ്ടായി. MP-മാരെന്ന നിലയിൽ മാഷും ഞങ്ങൾ പലതവണ കേന്ദ്രത്തിൽ ഇതിനകത്ത് ഇടപെട്ടുള്ള ആളുകളാണ്. ഓരോ ഘട്ടത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊച്ചിയിലെ രാഷ്ട്രീയ നേതൃത്വം, സാമൂഹ്യ നേതൃത്വം, പൗരസമൂഹം എല്ലാവരും ഒന്നിച്ച് ഇടപെട്ടതിൻ്റെ കൂടി ഉൽപ്പന്നമായിക്കൊണ്ടാണ് മെട്രോ ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഈ കൊച്ചി മെട്രോ പദ്ധതിയിലെ അമരക്കാരിൽ ഒരാൾ എന്ന് തന്നെ പറയാവുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുമായി ഞങ്ങളുടെ പ്രതിനിധി CG കടയ്ക്കൽ സംസാരിച്ചു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ ആ നേട്ടത്തിൻ്റെ നേരവകാശി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. സംസ്ഥാനം നേരിട്ട വെല്ലുവിളികളും അതിജീവനത്തെയും കുറിച്ച് ഉമ്മൻചാണ്ടി പറയുന്നു. 2005 അന്ന് ഞാൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരമാണ്. ഒരിക്കൽ ഞാൻ ഡൽഹി കേരള ഹൗസിലുള്ളപ്പം മിസ്റ്റർ ശ്രീധരൻ എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് കൊച്ചി മെട്രോ വേണം, കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് പരിഗണിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് എനിക്ക് നേരിട്ടൊരു ഇൻവിറ്റേഷനാണ്, ഡൽഹി മെട്രോയിലൊന്ന് കയറണം.
ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഇന്ന് തന്നെ ആയിക്കളയാം. അന്നേരം തന്നെ ശ്രീ ശ്രീധരൻ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് മെട്രോയിലൊരു യാത്ര നടത്തി. ആ യാത്രയിൽ കൊച്ചി മെട്രോയുടെ എഫിഷ്യൻസിയും അതിൽ ജനങ്ങൾക്കുള്ള ഗുണവും നേരിട്ട് കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു ചിന്തയില്ലായിരുന്നു. ആ മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ മുഴുവൻ എൻ്റെ മനസ്സിൽ കണ്ട സ്വപ്നം എന്ന് ഇത് കൊച്ചിയിൽ ഈ മെട്രോ വരും എന്നുള്ളതായിരുന്നു. തിരിച്ച് വന്ന് ശ്രീധരൻ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. സാമ്പത്തികം ഒരു പ്രശ്നമേ ആവില്ല, അതിനുള്ള പോംവഴിയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ, നമ്മുടെ ഒരു ഇച്ഛാശക്തി മതി. അപ്പം കൊച്ചി മെട്രോ വേണം എന്നുള്ള തീരുമാനമെടുത്ത് ആ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ കാര്യങ്ങൾ കുറേ മുമ്പോട്ട് നീക്കി. അങ്ങനെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ എന്തു വില കൊടുത്തും കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ച് മുമ്പോട്ട് പോയി. അതിൻ്റെ പുറകിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി ശ്രീ ശ്രീധരനാണ് എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം അത്രമാത്രം താല്പര്യവും ആ കാര്യത്തിൽ എന്താ താല്പര്യം എന്ന് പറഞ്ഞാൽ പോരാ, പൂർണ്ണമായി ഇൻവോൾവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. പക്ഷെ അപ്പം തടസ്സമായി. DMRC ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ പ്രോജക്ട്സ് ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്താഗതി ഡൽഹി ഗവൺമെൻറ്റിനുണ്ടായി. അപ്പോൾ അത് തടസ്സമായി. ഞങ്ങൾ 3 പ്രാവശ്യം ഡൽഹിയിലെ മുഖ്യമന്ത്രി ശ്രീമതി ഷീലാ ദീക്ഷിതിനെ കണ്ടു. ഷീലാ ദീക്ഷിതിനോട് ശ്രീ AK ആൻ്റണിയും ശ്രീ വയലാർ രവിയും സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു അനുമതി കിട്ടി. നമുക്ക് ഏതായാലും പോകാൻ ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം മെട്രോയോടനുബന്ധിച്ചുള്ള കുറേ വർക്കുകളുണ്ട്. അത് നമ്മളിങ്ങ് തുടങ്ങി, രണ്ടും കൽപ്പിച്ച് തുടങ്ങി. ഉദാഹരണത്തിന് നമ്മുടെ നോർത്തിലെ ഓവർ ബ്രിഡ്ജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു, അനുബന്ധ വർക്കായിരുന്നു. അത് മെട്രോയ്ക്ക് തറക്കല്ലിടുമ്പോൾ ആ ഓവർ ബ്രിഡ്ജ് തീർന്നു കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുബന്ധ വർക്കുകൾ നേരത്തെ തന്നെ എടുക്കുകയും അത് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തു. കേരള ഗവൺമെൻറ് രൂപീകരിച്ച റെയിൽ കോർപ്പറേഷൻ്റെ MD ആയ ശ്രീ ഏലിയാസ് ജോർജ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടുകൂടി യാതൊരു തടസ്സവുമില്ലാതെ അദ്ദേഹം അത് നിർവഹിച്ചു. 2 കളക്ടർമാർ, ശ്രീ ഷെയ്ഖ് മുഹമ്മദും അതുപോലെ തന്നെ രാജമാണിക്യവും, എറണാകുളത്തെ 2 കളക്ടർമാർ സ്ഥലമെടുപ്പിന് ഇത്രയും ജാഗ്രതയോടുകൂടി ഒരു പ്രോജക്റ്റിന് സ്ഥലമെടുത്ത വേറൊന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ഥലമെടുപ്പിൻ്റെ പേരിൽ, സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ദിവസം പോലും കൊച്ചി മെട്രോയുടെ പണി മുടങ്ങിയിട്ടില്ല. അങ്ങ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ എടുത്ത ആളാണ്. ഉദ്ഘാടനമാണ് നാളെ. അവിടെ അങ്ങയുടെ സാന്നിധ്യം വേദിയിലുണ്ടാകില്ല, സദസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുമില്ല. വ്യക്തിപരമായിട്ടെങ്കിലും അങ്ങേക്ക് അതിൽ ദുഃഖമുണ്ടോ? എനിക്കതിനെക്കുറിച്ച് യാതൊരു ദുഃഖവുമില്ല. ഒരു പരിപാടി നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കും അറിയാം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളാകുമ്പോൾ അതിനൊത്തിരി നിയന്ത്രണങ്ങൾ വരും. എനിക്ക് ആ കാര്യത്തിൽ ഒരു ഇതുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഉദ്ഘാടന ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. എങ്കിലും ഏറ്റവും അടുത്ത ദിവസം എൻ്റെ അന്ന് ഡൽഹിയിൽ കണ്ട ആ മനസ്സിൽ കണ്ട സ്വപ്നം അത് നേരിട്ടൊന്ന് കാണാൻ വേണ്ടി ഏറ്റവും അടുത്ത ദിവസം ഞാൻ എറണാകുളത്ത് പോകും. വിനയ് ഫോർട്ടും ഹണി റോസും അടക്കമുള്ള താരങ്ങൾ കാത്തിരിക്കുന്നു. ഒപ്പം മറ്റ് അതിഥികളും റിപ്പോർട്ടർമാരും മടങ്ങിവരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.